താമരശ്ശേരി രൂപതയിൽ കുറ്റിപ്പുറം സെയിന്റ് ജോസഫ്സ് ഇടവകയിൽ തുണ്ടത്തിൽ വീട്ടിൽ ഡോക്ടർ ജിൽസൺ തോമസും ഡോക്ടർ സുമ ജിൽസണും. സിസേറിയനിലൂടെ 6 മക്കൾക്ക് ജന്മം നൽകിയിരിക്കുകയാണിവർ. സത്യം പറഞ്ഞ എനിക്ക് കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ തന്നെ സിസേറിയൻ ആയപ്പോൾ എനിക്ക് ഇനിയും ഒത്തിരി മക്കളെ കിട്ടുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഓരോന്ന് കഴിയുമ്പോൾ ദൈവം നമ്മളെ ആ സമയത്ത് വഴി നടത്തി പ്രസവം നിർത്താതെ തന്നെ 6ാമതൊരു കുഞ്ഞിനെയും തന്നിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെയും ഞങ്ങളെ വഴി നടത്തിയത് ദൈവത്തിന്റെ പ്രത്യേകമായ കരുണയും കൃപയുമാണ്. ആദ്യത്തെ കുഞ്ഞുണ്ടായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരേ സമയത്ത് ഗർഭപാത്രത്തിലും ട്യൂബിലും ഗർഭം ധരിച്ചു. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലുണ്ടായിരുന്ന തന്നെ അബോർട്ടഡായി പോയി. മറ്റേ കുഞ്ഞ് ട്യൂബിൽ വളരുന്നത് സ്കാൻ ചെയ്തിട്ടൊന്നും ആദ്യം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 1.5 മാസം കഴിഞ്ഞ് കഠിനമായ വയറുവേദന വന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു ട്യൂബിലും കുഞ്ഞ് വളരുന്നു എന്നറിയുന്നത്. എമർജൻസി ആയിട്ട് ആ ട്യൂബ് എടുത്ത് കളയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞ അന്ന് എനിക്ക് ഭയങ്കര പേടിയായി, വിഷമമായി. ഇനി എനിക്ക് മക്കൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പേടിച്ച്. എങ്കിലും കർത്താവ് അനുഗ്രഹിച്ച് ഒറ്റ ട്യൂബ് കൊണ്ട് വീണ്ടും 4 മക്കളെയും കൂടി കർത്താവ് തന്നു. ഇപ്പോൾ 5ാമതൊരു കുഞ്ഞും കൂടി ഒറ്റ ട്യൂബിലാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഞാൻ എന്റെ പ്രൊഫഷനോ ജോബ് സേഫ്റ്റിയോ നോക്കാതെ കൂടുതൽ മക്കളെ കർത്താവിന് വേണ്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മുടെയൊക്കെ മെഡിക്കൽ സയൻസ് പ്രകാരം 35 വയസ്സ് കഴിഞ്ഞുള്ള പ്രഗ്നൻസി നമ്മൾ ഹൈ റിസ്ക് ആണ്, അല്ലെങ്കിൽ കുഞ്ഞിന് കുഴപ്പമുണ്ടാവും, മന്ദബുദ്ധിയാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സൊക്കെ പേടിപ്പിക്കാറുണ്ട്. എന്റെ ഇളയ 2 മക്കളും എന്റെ 35 വയസ്സിന് ശേഷമുള്ള മക്കളാണ്. ഇതൊക്കെ മെഡിക്കൽ സയൻസ് പ്രകാരം ആംനിയോസെന്റസിസ് ചെയ്യണം, കുട്ടിക്ക് അനോമലീസിന് ചാൻസ് കൂടുതലുണ്ട്, നമ്മളെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കണ്ടീഷൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ലേഡി ഡോക്ടർ 3 സിസേറിയൻ കഴിഞ്ഞ് പ്രസവം നിർത്താതെ വീട്ടിൽ പോയി. ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ അവരോട് പ്രസവം നിർത്തണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ എന്റെ കാര്യം അറിഞ്ഞിട്ട് ആ സ്ത്രീ പ്രസവം നിർത്താതെ വീട്ടിൽ പോയി. 4ാമത് അവൾക്ക് ഒരു സിസേറിയൻ കൂടി വേണ്ടി വന്നു. 4ാമതൊരു കുട്ടിയെയും കൂടി കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പലരും 4ാമത്തെ സിസേറിന് വേണ്ടി തയ്യാറായി ഇപ്പോൾ വരുന്നുണ്ട്. നേരിട്ട് നമ്മൾ ഒരു സുവിശേഷമോ നല്ല കാര്യമോ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോലും നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന കാരണം ദൈവം ആ സംഭവത്തെ അതിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ്. മെഡിക്കൽ സയൻസിനുള്ള ഭയപ്പെടുത്തുന്ന വികലമായ കാഴ്ചപ്പാടുകൾ, ജീവനെതിരെ മരണസംസ്കാരം ഇന്ന് ചോദ്യങ്ങൾ എറിഞ്ഞിടുമ്പോൾ ഇവരുടെ ജീവിത സാക്ഷ്യം ജീവസമൃദ്ധിക്ക്, സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയാണ്. വചനമറിയുമ്പോ വെളിച്ചം, ചുരുളഴിയുമ്പോൾ വെളിച്ചം, വചനമറിയുമ്പോ വെളിച്ചം. കണ്ണീനു കണ്ണായി നീ മാറണേ, ദർശന പുണ്യം ഏകണേ. കണ്ണീനു കണ്ണായി നീ മാറണേ, ദർശന പുണ്യം